അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 1. സ്വർഗത്തിന്റെ താക്കോൽ. 2. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തു. 3. അല്ലാഹു തആല സ്വീകരിക്കുന്ന മതം. 4. ഇബ്ലീസിനെ സൃഷ്ടിച്ച വസ്തു. 5. ആദം നബി അലൈഹിസ്സലാം. ഇപ്പുറത്ത് നോക്കൂ. എ. ഇസ്ലാം. ബി. അബുൽ ബഷർ. സി. നിസ്കാരം. ഡി. മലക്കുകൾ. ഇ. തീ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. സ്വർഗത്തിന്റെ താക്കോൽ. ചരിത്രം. സി. നിസ്കാരം. 2. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തു. ചരിത്രം. ഡി. മലക്കുകൾ. 3. അല്ലാഹു തആല സ്വീകരിക്കുന്ന മതം. ചരിത്രം. എ. ഇസ്ലാം. 4. ഇബ്ലീസിനെ സൃഷ്ടിച്ച വസ്തു. ചരിത്രം. ഇ. തീ. 5. ആദം നബി അലൈഹിസ്സലാം. ചരിത്രം. ബി. അബുൽ ബഷർ. CD AE B. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 6. എൻ്റെ ഇലാഹ് ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. എൻ്റെ ഇലാഹ് അല്ലാഹു തആലയാണ്. 7. ആദം അലൈഹിസ്സലാമിനെ ഇബ്ലീസ് എതിർത്തത് ഡാഷ് നടിച്ചത് കൊണ്ടാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അഹങ്കാരം. ആദം അലൈഹിസ്സലാമിനെ ഇബ്ലീസ് എതിർത്തത് അഹങ്കാരം നടിച്ചത് കൊണ്ടാണ്. 8. കൈഫ ഹാലുക്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സൈൻ അൽഹംദുലില്ലാ. 9. അന്ത്യനാളിൽ ഡാഷ് കുറിച്ചാണ് ആദ്യം വിചാരണ ചെയ്യുക. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നിസ്കാരത്തെ. അന്ത്യനാളിൽ നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യം വിചാരണ ചെയ്യുക. 10. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഡാഷ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ദൂതൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 11. നമ്മുടെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 12. കരുണ കാണിക്കണം. ആരോട്? ഉത്തരം എല്ലാ ജീവജാലങ്ങളോടും. 13. ച എന്ന അക്ഷരം കൊണ്ട് ഒരു പദം ഉണ്ടാക്കുക. ഉത്തരം ചന്ത. 14. അല്ലാഹു തആല ഇബ്ലീസിനെ എവിടെ നിന്ന് പുറത്താക്കി? ഉത്തരം സ്വർഗത്തിൽ നിന്ന്. 15. പ എന്ന അക്ഷരം കൊണ്ട് ഒരു പദം ഉണ്ടാക്കുക. ഉത്തരം പല്ല്. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 16. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? ഉത്തരം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ. 17. ഓരോ കാലടിക്കും പ്രതിഫലം ലഭിക്കും. ആർക്ക്? ഉത്തരം മസ്ജിദിലേക്ക് പോകുന്നവർക്ക്. 18. വിശ്വസിക്കുന്നു എന്ന വാക്ക് ഉപയോഗിച്ച് വാചകം ഉണ്ടാക്കുക. ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 19. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? ഉത്തരം അള്ളാഹു കരുണയുള്ളവനാണ്. 20. അനുസരിക്കുന്നു എന്ന വാക്ക് ഉപയോഗിച്ച് വാചകം ഉണ്ടാക്കുക. ഉത്തരം ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നു. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 21. അല്ലാഹു തആല. അപ്പം നോക്കൂ, അല്ലാഹു തആല നമ്മുടെ റബ്ബാണ്. അവനാണ് നമ്മെ പടച്ചത്. അവൻ നമുക്ക് അന്നം നൽകുന്നു.
അവനെല്ലാം കേൾക്കുന്നവനാണ്. അവൻ എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ സർവശക്തനാണ്. അവൻ ഏകനാണ്. അവൻ ഏറെ മഹാനാണ്. അവൻ കരുണാവാരിധിയാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.